നമസ്കാരം, രാജേഷ് കുമാറാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമ്മൾ സ്വന്തം കാറിൽ ലോങ് യാത്രകൾ പോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതായത് നമ്മളിപ്പം നമ്മൾ ട്രിവാൻഡ്രം വിട്ട് ലോങ് തമിഴ്നാടോ കാസർഗോഡോ ചെന്നൈയിലോ എവിടെ വേണമെങ്കിൽ നമുക്ക് പോവാം. പക്ഷേ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ലോങ് ഡ്രൈവ് ചെയ്യും മുമ്പ് സർവീസ് സെൻറ്ററിൽ ഏത് ബ്രാൻഡ് കാറാണോ ആ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് സർവീസ് ചെയ്യുക. മെയിനായിട്ട് എൻജിൻ ഓയിൽ മാറ്റുക, ഫിൽറ്റർ മാറ്റുക, കൂളൻ്റ്, ബ്രേക്ക്, അലൈൻമെൻറ്റ്, ബാലൻസിങ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും വണ്ടിയിൽ ചെയ്തിരിക്കണം. അതുകൂടാതെ നമ്മളെ ഇൻഷുറൻസ് വാലിഡിറ്റി അത് ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ട നല്ലതായിരിക്കും. പിന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസിൻ്റെ ഇൻഷുറൻസ് RSA, അതായത് വണ്ടി ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഒക്കെ RSA, ഈ രണ്ട് കാര്യങ്ങളും മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ RC, ഇൻഷുറൻസ്, ലൈസൻസ് എല്ലാത്തിൻ്റെയും ഒറിജിനലോ കോപ്പിയോ എടുത്ത് വയ്ക്കുന്നതും നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടയറിൽ എയറിന് പകരം നൈട്രജൻ അടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതാകുമ്പോൾ നമുക്ക് ടയർ നല്ല ഹീറ്റ് ആവത്തില്ല. ഈ നൈട്രജൻ അടിക്കുന്ന ഗുണമെന്ന് വെച്ചാൽ ടയറിന് ലൈഫും കിട്ടും, വണ്ടിയിൽ ടയർ ഹീറ്റ് ആവത്തില്ല, പിന്നെ മൈലേജിന് വ്യത്യാസം വരും. അങ്ങനത്തെ ഇതും നമുക്ക് നൈട്രജൻ അടിക്കുന്നത് കൊണ്ട് നല്ലതാണ്. ഓക്കെ. പിന്നെ നമ്മളിപ്പം അതായത് നമ്മളിപ്പോൾ യാത്രകൾ പോകുമ്പം പലരും ഞാൻ കണ്ടിട്ടുണ്ട്, ഈ സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നു. കഴിവതും അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമ്മളെ യാത്രകൾ വന്നിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്തോളൂ. നമ്മൾ പോകുന്ന യാത്രകൾ എവിടെയാണ് കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ കൂടി ഷെയർ ചെയ്യാതിരിക്കുക. ഓക്കെ. പിന്നെ നൈറ്റ് യാത്ര ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ക്യാമറ വ്യൂ ഉള്ളതും ഈ പെട്രോൾ പമ്പ് കാര്യങ്ങളും അവിടെയൊക്കെ ഒതുക്കി ഇരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്റ്റി ആയിട്ട് നമുക്ക് ഉള്ളത്. ഓക്കെ. പിന്നെ നമ്മൾ എവിടെയാണോ നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അവിടുത്തെ ലൊക്കേഷൻ, അതായത് കറണ്ട് ലൊക്കേഷനൊന്നും നമ്മളെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ മെയിനായിട്ട് നമ്മളെ വണ്ടിയുടെ പെർഫോമൻസ്, അതായത് മെയിനായിട്ട് എൻജിൻ ഓയിലൊക്കെ മാറി അലൈൻമെൻറ്റ്, ബാലൻസിങ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ജനറൽ ചെക്കപ്പായിട്ടൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ. പിന്നെ നിങ്ങൾ ഏത് ബ്രാൻഡ് കാർ ഉപയോഗിച്ചാലും എവിടെയാണ് പോകുന്നത് അവിടുത്തെ സർവീസ് സെൻറ്റർ, അവിടുത്തെ ഹെൽപ്പ് ലൈൻ നമ്പർ, എല്ലാ കാര്യങ്ങളും കൂടെ കളക്ട് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇൻഷുറൻസ് മെയിനായിട്ട് നോക്കിക്കോണേ. പിന്നെ പൊല്യൂഷൻ, ഒരു വർഷം വരെ ഒരു പുതിയ വണ്ടിക്ക് 1 വർഷത്തിന് ശേഷം പൊല്യൂഷൻ എടുത്ത് വെച്ചോണേ. അതും മെയിനായിട്ട് അതും കൂടെ ഒന്ന് നോക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും നമ്മളെ വണ്ടിയിൽ ഇൻഷുറൻസ് പക്കയായിട്ട് വെച്ചേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാകുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ എവിടെ വേണോ യാത്ര ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.